ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുക. ഇന്നത്തെ ദിവസത്തിൽ ഈശോയുടെ സമർത്ഥമായ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരോട് അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പല തരത്തിലുള്ള ദുരിതങ്ങളുണ്ടാകും, പല പ്രതിഭാസങ്ങൾ ഭൂമിയിലുണ്ടാകും. നിങ്ങൾ പിടിക്കപ്പെടും, പലരും നിങ്ങളെ പേടിപ്പിക്കും, നിങ്ങൾ നാടുവാഴികളുടെ എല്ലാം മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോക്കപ്പെടും. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21-ാമത്തെ അധ്യായം 13-ാം തിരുവചനം. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഈശോ ഇപ്രകാരമാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, നിങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കും എന്നാണ്. അതായത് നിങ്ങളെ പീഡനങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്കൊരു ക്രിസ്തു ഉണ്ടെന്ന്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. നിന്റെ പീഡനങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ നീ പ്രഖ്യാപിക്കുകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഇത്തരണത്തിൽ തന്നെയാണ്. സഹനങ്ങളെ മനസ്സ് പതറാതെ നീ നിന്നെ തന്നെ സൂക്ഷിക്കുമ്പോൾ നീ നിന്റെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക. ഇങ്ങനെ ഒരു കർത്താവ് ഈ ലോകത്തിലുണ്ടെന്ന് നിന്റെ ചുറ്റുപാടിൽ നീ പ്രഖ്യാപിക്കുക. പ്രതിസന്ധികളിൽ ഈശോയെ പ്രഖ്യാപിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾക്ക് ഒപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്നെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള മേഖലകളാണുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. ഈ വ്യക്തിയെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു